വഴിക്ക് വേണ്ടിയാണ് വനവാസി കോളനിയിലെ വീട്ടിമരം മുറിച്ചതെന്ന ആന്റോ അഗസ്റ്റിന്റെ വാദം പൊളിയുന്നു. വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിമരങ്ങളാണ് മുറിച്ചതെന്ന് വനവാസികൾ ജനം ടിവിയോട് വ്യക്തമാക്കുകയാണ്. മരങ്ങൾ വാങ്ങാൻ റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയെന്നും വെളിപ്പെടുത്തി. ഈ ആദിവാസി കോളനിയിൽ പോയി മരം മേടിച്ചു തുടങ്ങുമ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നത് മേലത്തെ തോട്ടത്തിലൊരു മരം മേടിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ റോഡ് പോകുന്നത് ഈ ആദിവാസി കോളനീൻ്റെ ഉള്ളിൽ കൂടെയാണ്. കോളനി എന്ന് പറഞ്ഞാൽ ഈ ഉന്നതി എന്ന് പറയും. ഇപ്പോൾ അതിൽ കൂടെയാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ വണ്ടി മേലേക്ക് പോകണമെങ്കിൽ ഈ ആദിവാസി കോളനിയിലെ മരം മുറിച്ചാൽ മാത്രമേ വണ്ടി മേലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ മരത്തിന് അന്ന് ചെറിയ മരമാണ്, 4 അടിയോ 3 അടിയോ അങ്ങോട്ട് വലിപ്പമുള്ളൊരു 1-2 മരമാണ്. ഇതിവർ മുറിച്ചിട്ട് ഈ മരം മുറിച്ചിട്ട് ഈ വണ്ടി മേലേക്ക് കൊണ്ടുപോയി ഇവർക്ക്, കാരണം ഇത് വിൽക്കാൻ പറ്റിയ മരമല്ല. നോർമലി എന്താ പറയുക, പാഴത്തടി എന്ന് പറയുന്നത്. കാരണം വീട്ടിലാണെങ്കിൽ കൂടെ ഇത് വിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മരമല്ല. മുട്ടിൽ മരമുറിയിൽ ഉൾപ്പെടെ തങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. എന്നാൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഓർഡറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയ ചേട്ടൻ പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞത് മാത്രം ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ കരവടച്ച രസീതൊക്കെ അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്തോ രസീതൊക്കെ അവർ കൊണ്ടുപോയി? എല്ലാം ഫുള്ളായിട്ട് അവർ ഒരു സംഗതി നമുക്ക് തന്നില്ല, ഒക്കെ അവർ കൊണ്ടുപോയി. ഒരു രേഖ പോലെ ആദ്യം തന്നിട്ടില്ല അവർ. നമ്മളെ ഇവിടെ റോജിമോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കാരപ്പുഴ സാർ, പുള്ളിയാണ് എല്ലാം ഈ റെക്കോർഡ് ചെയ്തത്. റോജി ആസിനെ കൊണ്ടുപോയി ഇവിടെ വന്ന് പട്ടയം നീസീട്ട് മാത്രമേ കൊണ്ടുപോയുള്ളൂ. നീസീട്ട് കൊണ്ടുപോയി വില്ലേജിൽ അടച്ച്, വില്ലേജിൽ കൊണ്ടുപോയി കാണിച്ച് അവർ വന്ന് നോക്കി. വില്ലേജുകാർ വന്നില്ല, മൂപ്പര് പറഞ്ഞ് നീസീട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, മുറിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവർക്ക് ഒരു 7,000 റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു. അവർക്കൊരു 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തുള്ളൂ. പാവപ്പെട്ട വനവാസികളെ മറിയാക്കി മരങ്ങൾ മുറിച്ചാൽ ആരും ചോദിക്കാനില്ലെന്ന ധൈര്യമായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർക്കുണ്ടായിരുന്നത്. ഈ രീതിയിൽ 500 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് ഈ കോളനികളിൽ നിന്ന് മുറിച്ചു മാറ്റിയത്. ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരങ്ങൾ അഗസ്റ്റിൻ സഹോദരന്മാർ നേരിട്ട് മുറിച്ചു കടത്തിയെന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. യെസ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ആർ രാജീവ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് പുത്തമ്പുരയിൽ. രാജീവ്, സ്വാഗതം. നമസ്തേ. പുത്തമ്പുരയിൽ നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. രാജീവ്, ഈ കാട്ടുകൊള്ളയുടെ ഉറവിടം തേടി നിരന്തരം ആ ഗ്രാമങ്ങളിൽ കൃത്യമായി തന്നെ സഞ്ചരിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ്, എനിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ, ഇത് തന്ത്രപരമായിട്ട് തന്നെ ഒരു പറ്റിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സർക്കാരിൻ്റെ നിലപാട് എന്താണ്? നമസ്തേ ശ്യാം. ഏതായാലും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനവാസി കോളനികളിലേക്ക് നമ്മൾ പോയിരുന്നു. അവിടെ ഞാൻ ഉൾപ്പെടെയുള്ള വാർത്താ സംഘം, നമ്മൾ ജന ടി വി സംഘം അവിടേക്ക് പോവുകയും അവരുടെ ആ ദുരിതം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. കാരണം ഈ ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ അവിടേക്കെത്തി ഈ വീട്ടുമരങ്ങൾ, ലക്ഷങ്ങൾ വിലയുള്ള വീട്ടുമരങ്ങളാണ് അവിടെ നിന്ന് മുറിച്ച് കടത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് ഈ വനവാസികൾക്ക് നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 4,000 അതുപോലെ തന്നെ 7,000 ഒക്കെയാണ് ഈ വനവാസികൾക്ക് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയതെങ്കിൽ ഇപ്പോൾ 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വനവാസികളെ ദ്രോഹിക്കില്ല, അവർക്ക് നോട്ടീസ് നൽകില്ല എന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു വശത്ത് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ് അവർ. കാരണം അവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ എത്തി എല്ലാ രേഖകളും ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരിൽ നിന്ന് വീട്ടുമരങ്ങൾ വാങ്ങിയത്. നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കുറച്ച് ദിവസം മുൻപാണ് സ്വയം വിശുദ്ധരാക്കിക്കൊണ്ട് ആന്റോ അഗസ്റ്റിൻ രംഗത്ത് വന്നത്. ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, ഈ വനവാസി കോളനികളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു വീട്ടുമരം നിന്നിരുന്നു, അതുകൊണ്ട് വഴി കൃത്യമായി പോകാൻ കഴിഞ്ഞില്ല. അതായത് വാഹനം കൊള്ളിലേക്ക് പോകുന്നതിനുള്ള വഴിക്ക് വേണ്ടിയാണ് ഒരു ചെറിയ വീട്ടുമരം മുറിച്ചത്. അതായത് പാഴ്ത്തടി എന്ന രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ആന്റോ അഗസ്റ്റിൻ ഈ അഭിമുഖത്തിൽ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ വനവാസി കോളനികളിലേക്ക് ഗൂഢലക്ഷ്യവുമായി തന്നെയാണ് ആന്റോ അഗസ്റ്റിൻ സഹോദരങ്ങൾ എത്തിയത്. അതായത് റോജി അഗസ്റ്റിനാണ് ഇവിടേക്ക് എത്തി ഈ മരം കാണുന്നതും ഈ മരത്തിൻ്റെ വില നിശ്ചയിക്കുന്നതുമൊക്കെ. ഇതിനുശേഷം
ശേഷമാണ് മറ്റ് തട്ടിപ്പുകളൊക്കെ അരങ്ങേറുന്നത്. അതായത് റോജി അഗസ്റ്റിൻ നേരിട്ടെത്തി 3 മരങ്ങളാണ് അവിടെ നിന്ന് മുറിച്ചു കടത്തിയത്, വീട്ടുമരങ്ങൾ. അത് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണെന്ന് ഈ വനവാസികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് അവരുടെ പറമ്പിൽ നിന്ന മരങ്ങളാണ്. ആ മരങ്ങളാണ് അവിടേക്ക് എത്തിക്കൊണ്ട് 4000 അതുപോലെ തന്നെ 7000 ഒക്കെ തുച്ഛമായ തുക ഈ വനവാസികൾക്ക് നൽകുകയാണ്. മരങ്ങൾ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ പിന്നീട് പണം നൽകാമെന്നൊക്കെയാണ് വാഗ്ദാനം നൽകിയിരുന്നത്. ഇതിനുശേഷം ഇവരുടെ കരമടച്ച രസീതും സ്വന്തമാക്കുന്നു. ഇതിനുശേഷമാണ് ഈ വീട്ടുമരങ്ങൾ മുറിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്, ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങളാണ് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. മാത്രമല്ല ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ, അതായത് ആൻഡ് ഓഗസ്റ്റിൻ പറയുന്ന അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തിനാണ് പിന്നെ റവന്യൂ വകുപ്പ് ഇവർക്ക് 50 മുതൽ 1 കോടി രൂപ വരെ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുന്നത്? അത്തരത്തിൽ നോട്ടീസ് നൽകുമ്പോൾ എന്തുകൊണ്ട് ഒരു ഇടപെടൽ ആൻഡ് ഓഗസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല? അത്തരത്തിൽ അവരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ അഗസ്റ്റിൻ സഹോദരന്മാർ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. അപ്പോൾ ബോധപൂർവമായ തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശ്യാം. വളരെ കൃത്യമായി തന്നെ ഈ വനവാസികളെ അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിക്കുകയായിരുന്നു. അതിന് സർക്കാർ സംവിധാനങ്ങളെല്ലാം കൂട്ടുനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ തന്നെയാണ് ഈ വലിയ കാട്ടുകൊള്ളയ്ക്ക് അറുതി വരുത്തിയത്, അല്ലെങ്കിൽ മരം കൊള്ളയ്ക്ക് അറുതി വരുത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള രേഖകളൊക്കെ നേരത്തെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. അത് നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഈ വനവാസി കോളനിയിലേക്ക് വഴിവെട്ടിയത്, അതായത് വഴിവെട്ടുന്നതിന് വേണ്ടിയാണ് വീട്ടുമരം മുറിച്ചത് എന്ന അവകാശവാദമാണ് ഇവിടെ പൊളിയുന്നത്. വഴിവെട്ടുന്നതിന് വേണ്ടിയല്ല, അതുമാത്രമല്ല മുറിച്ചത് വീട്ടിയുടെ പാഴ്ത്തടിയൊന്നുമല്ല, ഒരു വിലയിൽ ലഭിക്കാത്ത മരമല്ല, ലക്ഷങ്ങൾ വില വരുന്ന വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങൾ തന്നെയാണ് മുറിച്ചു കൊണ്ടുപോയത്. അതിൻ്റെ ചുവടവിടെയുണ്ട്, അതിൻ്റെ ആ മുറിച്ചു മാറ്റിയതിൻ്റെ ബാക്കി ഭാഗം അവിടെയുണ്ട്. അത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ വനവാസി കോളനികളിലേക്ക് എത്തി തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവരുടെ അനുഭവം, അവരുടെ ഒരു ദുരിതമാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുകയും ചെയ്തത്. ശ്യാം.